നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ മുണ്ടക്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. ബീച്ച് റോഡിന് അടുത്തുള്ള സ്ഥലമാണ്, മെയിൻ ഏരിയ ആണ്, റെസിഡൻഷ്യൽ ഏരിയ. കസ്റ്റമർ പേര് ശ്രീകുമാർ സർ എന്നാണ്. ഒരു 8 കിലോവാട്ട് ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റത്തിൻ്റെ ഒരു സൈറ്റിലാണ്. അപ്പോൾ ഇവിടെ നമ്മൾ വെച്ചേക്കുന്ന കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു 400 വാട്ട്സിൻ്റെ REC ട്വിൻ പീക്ക് സീരീസാണ് വെച്ചേക്കുന്നത്. REC 25 years റീപ്ലേസ്മെൻറ്റ് ആസ് വെൽ ആസ് പ്രോഡക്റ്റ് വാറൻറ്റിയുള്ള പെർഫോമൻസ് വാറൻറ്റിയുള്ള പാനലാണ്. ഹയസ്റ്റ് എഫിഷ്യൻസി ആൻഡ് സുപ്പീരിയർ പാനൽസാണ്. ഇവിടെ വെച്ചേക്കുന്ന ഇൻവെർട്ടർ എന്ന് പറയുമ്പം ഫ്രോണിയസിൻ്റെ 8 കിലോവാട്ട് ഇൻവെർട്ടറാണ്. സോ അതിൽ നമുക്ക് മാക്സിമം ഇനിയും ഒരു 5 കിലോവാട്ടൊക്കെ ആഡ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ. സ്കേലബിൾ മോഡലാണ്. സോ ഇവിടെ നമ്മൾ സോളാർ വെക്കുന്നതിന് മുമ്പ് ഏകദേശം ഒരു 15,000 16,000 ഒക്കെ ബില്ല് വരുമായിരുന്നു. 2 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 2 വർഷത്തിന് മുമ്പാണ് ഇത് വെച്ചത്. അപ്പം ഇപ്പോൾ ഇവിടെ വരുന്ന ബില്ലെന്ന് പറയുമ്പോൾ ഏകദേശം 300 rupees to 500 rupees വരുന്നത്. ഓൾമോസ്റ്റ് 99% നമ്മൾ ഓഫ്സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ വച്ചേക്കുന്ന ഇൻവെർട്ടർ എന്ന് പറയുന്നത് ഫ്രോണിയസ് ആണ്. ഫ്രോണിയസ് മെയ്ഡ് ഇൻ ഓസ്ട്രിയ ഇൻവെർട്ടേഴ്സ് ആണ്. അപ്പം ഇതിൻ്റെ മോണിറ്ററിങ് നമുക്ക് solarweb.com ഫ്രോണിയസിൻ്റെ ആപ്പിൽ കാണാൻ പറ്റും. സോ ഈ 8 കിലോവാട്ട് സോളാർ പ്ലാനിൽ നമുക്ക് പെർ ഡേ ആവറേജ് ഒരു 35 to 40 യൂണിറ്റ്സ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മുടെ SPDസും മറ്റേ ഐസൊലേറ്ററും DCDBയിലുണ്ട്. അതുപോലെ സൈറ്റിലാണ് നമ്മുടെ SPD. ഫ്രോണിയസ് ഇൻവെർട്ടർ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൽ ഓവർ സൈസിങ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ 8 കിലോവാട്ട് ഇൻവെർട്ടറിൽ തന്നെ ഇനിയും ഒരു 5 കിലോവാട്ടൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, വിത്തൗട്ട് ചേഞ്ചിങ് ദ ഇൻവെർട്ടർ. നമ്മൾ ഇൻവെർട്ടർ മാറ്റാതെ തന്നെ ഈ ഇൻവെർട്ടറിൽ അഡീഷണൽ ആയിട്ട് നമുക്ക് പാനൽസ് ആഡ് ചെയ്യാൻ പറ്റും. അപ്പം അതിനനുസരിച്ച് KCBയിൽ പെർമിഷൻ മേടിച്ചാൽ എക്സസ് ആയിട്ടുള്ള 2331 യൂണിറ്റ്സ് കസ്റ്റമർ അക്കൗണ്ടിൽ ബാങ്കബിൾ ആയിട്ട് ഉണ്ടാവും. സോ ഇയർ ഓൺ ഇയർ നമ്മൾ സെപ്റ്റംബർ ടു ഓഗസ്റ്റ് ആണ് ഒരു KCB ബില്ലിംഗ് സൈക്കിൾ വരുന്നത്. അപ്പോൾ ഈ ബില്ലിംഗ് സൈക്കിളിന് അവർ നോക്കിയിട്ടായിരിക്കും ഇതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് ഓരോ വർഷവും നിർണ്ണയിച്ചിട്ടുണ്ടാവും. ആ പേയ്മെൻറ്റ് റിലീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കും. അഥവാ റിലീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ക്യാരി ഫോർവേഡ് ചെയ്യാനും സാധ്യത ഉണ്ട്. സോ ഇയർ ഓൺ ഇയർ റെഗുലേറ്ററി കമ്മീഷൻ ഓരോ പോളിസി കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും KCB തീരുമാനിക്കുന്നത്. സോ ഈ വീട്ടിൽ നമുക്ക് കാണാൻ പറ്റും ക്യുമുലേറ്റീവ് എക്സ്പോർട്ട് നമുക്ക് ഇതുവരെ ജനറേറ്റ് ആയിട്ടുള്ളത് 9595 യൂണിറ്റ്സ് ആണ്. അതുപോലെ നമ്മുടെ ക്യുമുലേറ്റീവ് ഇമ്പോർട്ട് KCBന്ന് എടുത്തിട്ടുള്ളത് 7,264.5 യൂണിറ്റ്സ് ആണ്. അപ്പം നമ്മുടെ ശ്രീകുമാർ സാർ അവരുടെ കസ്റ്റമർ അക്കൗണ്ടിൽ ബാങ്കബിൾ ആയിട്ടുള്ള യൂണിറ്റ്സ് എന്ന് പറയുന്നത് എക്സ്ട്രാ ഇപ്പം എക്സസ് 2331 യൂണിറ്റ്സ് എക്സസ് ആയിട്ട് കിടപ്പുണ്ട്. ഇതിനനുസരിച്ച് KCB ഇയർ ഓൺ ഇയർ അവരുടെ ബില്ലിംഗ് സൈക്കിൾ തീരുമ്പം പേയ്മെൻ്റ് ആയിട്ട് മറ്റു കാര്യങ്ങൾ തരും.